സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇറ്റ്സ് മീ എൻ സോ മൈറ്റി. സോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരുന്നൊരു പൊളി ഗെയിമായിട്ടാണ് ഗൈസ്. സോ ഇതിൻ്റെ പേരാണ് ബ്ലോക്ക് ഗ്രേസ് 3D എന്നാണ്. സോ ഇതൊരു ആൻഡ്രോയിഡ് ഫോണിൽ കളിക്കാൻ പറ്റുന്ന ഒരു മൈൻക്രാഫ്റ്റിൻ്റെ ഒരു മൈൻക്രാഫ്റ്റ് ഒറിജിനൽ അല്ലെങ്കിലും മൈൻക്രാഫ്റ്റ് നമുക്ക് ആൻഡ്രോയിഡിൽ കളിക്കണമെങ്കിൽ പൈസ കൊടുത്ത് കളിക്കാൻ പറ്റും. ബട്ട് ഇത് പൈസ കൊടുക്കാതെ നമുക്ക് കളിക്കാൻ പറ്റുന്ന ഒരു കിണ്ണം ഗെയിമാണ്. ഓക്കെ സോ അപ്പോൾ ഇത് ഞാൻ കളിച്ച് വെച്ച് ഞാൻ അടിപൊളി ഒരു ഗെയിമാണ്. ഓക്കെ ഇതിനകത്ത് ഞാൻ ഒരു വേൾഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വേൾഡിൽ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തു. ഞാൻ ഒരു വില്ലേജിലെത്തി. അവിടെ ആ വില്ലേജ് തന്നെ മാറ്റി മറിച്ച ഒരു ഇതുണ്ട്. അതായത് ഫുള്ള് മാറ്റി അവിടെ ഒരു ഒരു സിറ്റി കണക്കാക്കിയിട്ടുണ്ട്. ഫുള്ള് എൻ്റെ പണി തീർന്നിട്ടില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറ്റും. ഒരു മാസം കൊണ്ട് ഞാൻ ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. ഓക്കെ വീഡിയോകൾക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ സബ്സ്ക്രൈബ് ടാർഗറ്റ് എന്ന് പറയുമ്പം റോഡ് 2K സബ്സ്ക്രൈബേഴ്സാണ്. ഇനി 900 സബ്സ്ക്രൈബേഴ്സും കൂടെ കിട്ടിയാൽ നമ്മൾ 2K അടിക്കുന്നതായിരിക്കും. ഓക്കെ സോ അപ്പം നമ്മുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുമ്പം 500 ലൈക്സാണ് ഗൈസ്. എല്ലാവരും അടിച്ചു പൊട്ടിക്കുക. ഓക്കെ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഗൈസ് അപ്പം നമ്മൾ ആ വേൾഡിലോട്ട് കണ്ട് പോകാൻ പോവുകയാണ്. ഓക്കെ ഒരു കിണ്ണം ഗെയിമാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഗെയിമാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഗെയിമാണ്. ഓക്കെ നമ്മൾ ഗെയിം എടുക്കുമ്പം തന്നെ ഇത്രയും ഫയൽ ഫുൾ ഡൗൺലോഡ് ആവണം കേട്ടോ. അതിനാണ് ഇത് ഇങ്ങനെ കുറേ നേരം എടുക്കും. ഓക്കെ സ്ലോഡായിട്ടുണ്ട്. ഓക്കെ നമ്മുടെ വേൾഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ നിങ്ങൾ കാണിക്കുന്നതിന് മുമ്പേ ഞാൻ അല്പം ഇവിടെ നിന്ന് ഇച്ചിരി ഒന്ന് മാറട്ടെ കേട്ടോ, നിങ്ങളെ കാണിക്കാം. ഓക്കെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ചെറുതായിട്ട്. ഞാൻ ഇച്ചിരി മണ്ടയിൽ നിന്ന് ഇച്ചിരി വിഷ്വലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ ലൈറ്റ് ഓക്കെ ഇതാണ് കേട്ടോ നമ്മുടെ ഇത്രയും കാലം ഒരു മാസം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ സിറ്റിയാണിത്. ഇത് സത്യം പറഞ്ഞ ഒരു വില്ലേജ് ആയിരുന്നു. വില്ലേജ് വന്നിട്ടാണ് ഞാൻ ഇത്രയും ചെയ്തത്. ഓക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ആ റെഡ് കാർപ്പറ്റിൻ്റെ മണ്ടയിൽ ഒരു ലൈറ്റ് സംഭവം കാണാൻ പറ്റും. അത് ഓണാക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഓഫ് ചെയ്തിട്ടേക്കുക. പിന്നെ അത് നമ്മുടെ തിയേറ്ററാണ് കേട്ടോ. തിയേറ്റർ ഒരു 3-4 ഒരാഴ്ച ഒക്കെ എടുത്ത് ഞാൻ അത് ഉണ്ടാക്കാൻ. അത്യാവശ്യം നല്ല പാടായിരുന്നു. 1 സ്ക്രീനാണ് കേട്ടോ. അപ്പുറത്തൊരു സ്ക്രീൻ ഉണ്ടാക്കണമെന്നുണ്ട്. ഓക്കെ അതെന്തായാലും വഴിയേ വരും കേട്ടോ. ഓക്കെ അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഇട്ടേക്കാം. ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ വില്ലേജും കാര്യങ്ങളൊക്കെ. എന്തായാലും നമുക്ക് എൻ്റെ സെൻറ്ററിൽ തന്നെ ഇറങ്ങാം. ഇതിനകത്ത് വില്ലേജസ് കാര്യങ്ങളൊക്കെ ഇല്ല. ഞാൻ ക്രിയേറ്റീവ് മോഡാണ് ഇട്ടത്. കാരണം നിങ്ങൾക്ക് അല്ലാതെ കാണാൻ പറ്റത്തില്ല കേട്ടോ. ഇത് ഫുള്ള് കാണിക്കണമെങ്കിൽ ഒരു സമയം എടുക്കും. എന്തായാലും ഒരു കിണ്ണം ഗെയിമാണ്. ഓക്കെ അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ഇതൊരു ലൈറ്റാണ് കേട്ടോ. ഇത് ലൈറ്റ് പിന്നെ ഇതിൻ്റെയൊക്കെ കണക്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. മണ്ട വഴീൻ്റെ കണക്ഷൻ പോയിട്ടുണ്ട്. നമ്മൾ കണക്ഷൻ ഇച്ചിരി പാടായിരുന്നു. കാരണം എല്ലാ വഴിയിലും കൂടെ ഒക്കെ കൊടുക്കണമെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ വില്ലേജ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഞാൻ വന്നിട്ടാണ് ഇത്രയും മാറ്റിയെടുത്തത്. ഓക്കെ ഇതാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി. അതിൻ്റെ ഒരു ഷോർട്ട് ഫോം കൊടുത്തേ. നമുക്ക് ഇവിടെ ലൈറ്റും കാര്യങ്ങളും ഇപ്പോൾ ഓണാണ് കേട്ടോ. ലൈറ്റൊക്കെ ഉണ്ട്. എനിക്ക് അതുവഴി ഞാൻ കണക്ഷൻ കൊടുത്തേക്കുന്നത്. ഓക്കെ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടും. അപ്പോൾ രാത്രിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ തന്നെ ഇട്ടേക്കാം. എനിക്ക് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ സ്വിച്ച് അവിടെയാണ്. ഇവിടെ മണ്ടയിലും ഉണ്ട് സ്വിച്ച്. ഓക്കെ സ്ട്രീറ്റ് ലൈറ്റാണ്. ഇപ്പോഴാണ് കത്തിയ സംഭവം. ഇവിടെ ഞാൻ ഒന്നും കൊടുത്തില്ല. എനിക്കതൊന്നും വയ്യ. ഇത് തന്നെ കൊടുക്കാൻ തന്നെ എന്തൊരു മെനക്കേടാണെന്നറിയാമായിരുന്നു. അതുമാത്രമല്ല ഈ സ്ഥലം ഇവിടെ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ എൻ്റെ കയ്യിലില്ല, എനിക്ക് കാണിക്കായിരുന്നു. ഇവിടെ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു. ഇവിടെ ഫുള്ള് പൊളിഞ്ഞ് കിടന്നതാണ്. മറ്റേ ക്രീപ്പർ വന്ന് ഫുള്ള് പൊളിച്ചിട്ടിരുന്ന കണ്ട. അവിടെയൊക്കെ മാക്സിമം ഞാൻ അവിടെ വരെ കൊണ്ട് നിർത്തി. ഈ വില്ലേജേഴ്സ് ഇതിൻ്റെ ഇടയ്ക്കൂടെ ചെന്ന് അവിടെ കുണുങ്ങി കിടക്കും കുറേ നേരം. അതുകൊണ്ട് വില്ലേജേഴ്സ് എല്ലാം പോയി കേട്ടോ. വില്ലേജേഴ്സ് മറ്റേ സോംബീസ് കുറേ കടിച്ച് തിന്ന് അങ്ങനെ കുറേ എണ്ണം പോയി. ഇപ്പോൾ ഒറ്റ വില്ലേജേഴ്സ് പോലും ഇല്ല. ഈ ഇടയ്ക്കെങ്ങാണ്ട് ഒരുത്തം വരും, അവൻ ചത്തുപോകും. നമുക്ക് ബെല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ചില ഇതുപോലത്തെ എന്നുവെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് കുറേ ഗെയിമുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്തൊന്നും ഇങ്ങനത്തെ കുറേ ബെല്ലൊന്നും ഇല്ല. ചെറിയ ഇത് ഞാൻ വില്ലേജസ് കൂടിയപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചു. അവരെ ട്രേഡ് ചെയ്ത് കുറേ വില്ലേജസ് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ അവർക്ക് കിടക്കാൻ വേണ്ടി ബെഡൊക്കെ ഇട്ടു. പക്ഷേ അവർ വന്ന് കിടന്നൊന്നും ഇല്ലെങ്കിലും ചുമ്മാ ഒരു പേരും ഞാൻ അവിടെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. എന്തിനാന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ.
ഓക്കെ, ഇനി സ്ട്രീറ്റ് ലൈറ്റ് ഇവിടെ കിടക്കട്ടെ എനിക്ക്. ഓക്കെ, എന്തായാലും ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ തിയേറ്ററാണ്. അത് ലാസ്റ്റ് കാണിച്ചു തരാം. അതിന് 2 പ്രത്യേകതകളുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ എൻ്റെ വീട്ടിലോട്ട് പോകാം. ഞാൻ ആദ്യം വന്നപ്പോൾ ഒരു വീടുണ്ടാക്കണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ വീടാണ് കണ്ടത്. പക്ഷേ ഈ വീട് കണ്ടപ്പോൾ ഈ വീട്ടിൽ കുറേ പേര് അല്ലാതെ തന്നെ ഓക്കെ, ഇത് ഞാൻ വളർത്തിയ പൂച്ചയാണ് കേട്ടോ. വീട്ടിലല്ലാതെ കുറേ പേര് താമസിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മണ്ടയിൽ പോയി താമസിക്കാൻ മണ്ടയിൽ 2 ബെഡ്. അവസാനം ഞാൻ ഇവിടം വരെ ഉള്ളുമായിരുന്നു സത്യം പറഞ്ഞ ഈ വീട്. അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തേ, കുറേ പാറക്കല്ലൊക്കെ വെച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങനെ ഒരു ബെഡ് മാത്രമേ ഉള്ളൂ. ഇതൊരു സത്യം പറഞ്ഞാൽ എനിക്ക് മാത്രമായിട്ട് റൂമായിരുന്നു. പക്ഷേ വില്ലേജേഴ്സ് വന്ന് ഇതിൻ്റെ അകത്ത് കയറി എൻ്റെ ബെഡിലാണ് ഉറങ്ങുന്നത്. അവസാനം ഞാൻ അതെല്ലാം പൊളിച്ച് കളഞ്ഞിട്ട് ഉമ്മാർക്കും കൂടെ ബെഡ് ഇട്ട് കൊടുത്ത്. പക്ഷെ എന്നാലും എൻ്റെ ബെഡിലേ വന്ന് കിടക്കുമാർ. ഞാൻ ഉമ്മാരുടെ ബെഡിൽ കിടക്കണം. 5-6 ബെഡും ഉണ്ട്. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും നമുക്ക് അടുത്ത വേറെ ആയിട്ടൊന്നും ഇല്ല കേട്ടോ. അടുത്തൊന്നും ഇല്ല. അടുത്ത നമ്മുടെ തിയേറ്ററാണ് AN7 സിനിമാസ്. ഇച്ചിരി മാറിയാണ് ഇവിടുന്ന് വെച്ചത്. ഗേറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മതിലൊക്കെ പണിഞ്ഞ് വെച്ചിരുന്നു. ഒരു സ്റ്റൈലും മതിലൊക്കെ പണിഞ്ഞ് വെച്ചിരുന്നു. അതുകൊണ്ട് വില്ലേജിൽ നിന്ന് കുറച്ചങ്ങോട്ട് മാറിയിട്ടാണ് ഞാൻ ഇത് വെച്ചിരുന്നത്. അത് മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഈ ലൈറ്റ് ഇട്ടിട്ട് ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ പൊടിഞ്ഞിരുന്നതാണ് സംഭവം. നമ്മൾ കാണിച്ചു തരാം. ഇത് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ ഇത്രയും ദിവസം ചെയ്ത ഈ വില്ലേജിൻ്റെ ഒരു സിറ്റിയുടെ ഒരു വീഡിയോ ആണ്. ഇതിനിയും കുറച്ചും കൂടെ ഞാൻ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഇവിടെ ഞാൻ പ്ലെയിനായിട്ട് സ്ഥലം ഇട്ട്, ഓക്കെ എന്താണ് പ്ലെയിനായിട്ട് ഇവിടെ ഞാൻ വീട് പണിയുന്നു. അതിൻ്റെയൊക്കെ വീഡിയോസ് ഇനിയും വരും. ഓക്കെ, എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ ഇടും, ഉറപ്പായിട്ട് ഇടും. ഇവിടെ വീട് പണിയുമെങ്കിൽ എൻ്റെ വീഡിയോസ് എന്തായാലും ഞാൻ ഇടുന്നതായിരിക്കും. എനിക്ക് ഇവിടെ ഒരു വീട് പണിയണം. പിന്നെ തിയേറ്ററുണ്ട്. തിയേറ്ററിൻ്റെ സ്ക്രീനും പണിയാനുണ്ട്. ഈ സൈഡിലത്തെ സൈഡിൽ ഇനി ഒരു സ്ക്രീനും കൂടെ ഉണ്ട് കേട്ടോ. അത് ഇനി എന്തായാലും വരും. ഇപ്പം ഞാൻ ബ്ലൂ സ്ക്രീനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ റെഡ് സ്ക്രീൻ അപ്പുറത്ത് വരും. അത് പതിയെ വരും. ഇവിടെ ഞാൻ കുറേ വട്ടത്തരങ്ങളൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട്, അതൊന്നും നോക്കാൻ പോകണ്ട. ഓക്കെ, കണ്ടു ഇവിടെയൊക്കെ പൊളിഞ്ഞിരുന്നതാണ്. ഞാൻ പറഞ്ഞു വന്ന് ഇവിടെയൊക്കെ പൊളിഞ്ഞിരുന്നതായിരുന്നു. ഇവിടെയൊക്കെ കണ്ട ഞാൻ പാലം വെച്ച് പണിഞ്ഞാണ്ട ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഒരു സ്ഥലം കാണിച്ചിട്ട് ഇവിടെ കുറേ എൻഡുകളുണ്ട് കേട്ടോ. ഇതും ഒരു എൻഡാണ്. ഇതും ഒരു എൻഡാണ്. ഈ ലൈറ്റുള്ളവൻ വരെ ഉള്ളൂ എൻഡ്. പിന്നെ അപ്പുറത്തുണ്ട് എൻഡ് കേട്ടോ. ഓക്കെ, ഇവിടെയുണ്ട് 2 എൻഡ്. അതുകൊണ്ട് അവിടെയും ഒരു എൻഡ് ഉണ്ട്. പിന്നെ അങ്ങും ഒരു എൻഡ് ഉണ്ട്. ഈ ലൈറ്റ് കണക്ഷൻ കൊടുക്കാനാണ് പാട്. ഓക്കെ, എന്തായാലും അത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ മെയിനായിട്ടുള്ള സിനിമാസിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ നടന്ന് തന്നെ കയറാം നമുക്ക്. ഓക്കെ, രാത്രിയായിട്ടുണ്ട്, വിഷയമില്ല. ഓക്കെ, ഈ തിയേറ്റർ പണ്ട് ഞാൻ വേറൊരു ഗെയിമിലൊരു തിയേറ്റർ പണിഞ്ഞിട്ടുണ്ട്. അത് ഇതിനെക്കാട്ട് കൊള്ളാമെന്ന് വെച്ചാൽ അത് ഇച്ചിരി സമയം എടുത്താണ് ഞാൻ ചെയ്തത്. അത് കുറച്ചും കൂടെ കൊള്ളാമായിരുന്നു. എന്നാലും ഓക്കെ, ഇത് ഇവിടെ പൊട്ടിച്ചിടും. കുറേമാരുണ്ട് കയറി വരുന്നത്. ഇവിടെ ഓക്കെ, അപ്പം ഞാൻ എന്താ പറയുക, ഞാൻ പണ്ടൊരു തിയേറ്ററും കാര്യങ്ങളൊക്കെ പണിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണക്കൊന്നുമല്ല. അത് ഭയങ്കര വലിയ രസമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നല്ല ഏരിയയിലിട്ടാണ് ഞാൻ പണിഞ്ഞത്. അത് നല്ല സമയം എടുത്താൽ പണിഞ്ഞ്. എൻ്റെ പൊന്ന് മടുത്ത് പണിഞ്ഞ്. ഓക്കെ, എന്തായാലും അതിൻ്റെ അത്ര മെരുത്തില്ല. എന്നാലും ഇത് ഇച്ചിരി കൂടെ എക്സ്പെൻസീവായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ച്. ഓക്കെ, എന്തായാലും നമുക്ക് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ രാത്രിയാണ്. കുഴപ്പമില്ല, രാത്രിയാവട്ടെ. അപ്പോൾ ഇവിടെയാണ് ലൈറ്റ് സ്വിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞാൻ നല്ല പാട് കിട്ടും. അതായത് ഈ വാൾ പോയി ഞാൻ അകത്ത് വരും. ഈ ലൈറ്റിൻ്റെ സ്വിച്ച് കൊടുത്തുന്ന വാൾ കണ്ടാൽ മനസ്സിലായി. ഇത് പൊട്ടിച്ചാൽ ഇതിനകത്ത് പല കണക്ഷൻസ് ഇതുവഴിയാണ് പോയേക്കുന്നത്. അത് ഞാൻ ഇത് ഇച്ചിരി കൂടെ എക്സ്റ്റെൻഡ് ചെയ്തത്. ഈ 2 ബ്ലോക്കല്ലേ ഉള്ളൂ. ഞാൻ നേരത്തെ കുറേ ബ്ലോക്ക് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇത്രയേ ഉള്ളൂ. ഞാൻ പണിഞ്ഞു വന്ന് നമുക്ക് ഇതിനകത്ത് ഓരോ പേരുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് ഓരോ സ്വിച്ചിന്. ഇത് ഇൻസൈഡ് ലൈറ്റിന് ഓക്കെ എല്ലെന്ന് ഞാൻ കൊടുത്തത്. ഇൻസൈഡ് ലൈറ്റാണ്, അതിന് ഈ സ്വിച്ചാണ് കേട്ടോ. ഇത് ഓഫ് ചെയ്താൽ ഈ ലൈറ്റ് മൊത്തം ഓഫാകും. അകത്തത്തെ ലൈറ്റ് അതാ ഇൻസൈഡ് എന്ന് കൊടുത്തത്. ഇത് ഔട്ട് സൈഡ്, ഇത് പുറത്തത്തെ ഓഫാകും. കാണിച്ചു തരാം. ഇപ്പോൾ അത് ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഫുൾ ഇതെന്താണ്, ഇപ്പോൾ അവിടെ ചെന്ന് കണ്ടോ ഫുൾ ഓഫായിട്ടുണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ രസം. കഷ്ടപ്പെട്ടാണ് എല്ലാം ചെയ്തതെങ്കിലും. ഓക്കെ, ഇവിടെ ആണ് 2 ബ്ലോക്ക് വന്നത്. അവിടുന്ന് കണക്ഷൻ പോകുന്നതായതുകൊണ്ട് 2 ബ്ലോക്ക് അവിടെ വന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇതിനകത്ത് കണക്ഷൻ കൊടുക്കാൻ നല്ല പാട് വരുന്നൊരു സംഭവം കേട്ടോ. ഓക്കെ, അടുത്ത് അതങ്ങ് ഇട്ടേക്കാം എന്തായാലും. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ സ്ക്രീൻ 1ൻ്റെ. ഇതെന്ത് ഞാൻ ഇവിടെ കൂടെ ചെയ്യുന്നത് ഒരു പിടിയില്ല.
ഓക്കെ സ്ക്രീൻ വണ്ണിൻ്റെ ഇത് ഞാൻ ഓൺ ആക്കിയിട്ടേക്കും, ഓഫ് ആക്കിയിട്ടേക്കും. ഓക്കെ സ്ക്രീൻ വണ്ണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം സ്ക്രീൻ വണ്ണ് എങ്ങനെ ഇരിക്കുന്നു. ഓക്കെ 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 ഈ സ്ക്രീനിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് ഞാൻ പണിഞ്ഞു വന്നപ്പോൾ നമ്മുടെ റിക്ലൈനർ, സോഫ, പിന്നെന്താണ്, പിന്നെ ഒരു സാധാ സീറ്റ്, അതിന് ഞാൻ പേരെന്തായാലും കൊടുത്തിട്ടില്ല, ബോർഡ് മാത്രം. ഓക്കെ ഇതാണ് കേട്ടോ നമ്മുടെ തിയേറ്ററും കാര്യങ്ങളൊക്കെ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ സ്പീക്കറൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും കേൾക്കാൻ പറ്റുന്നില്ലായിരിക്കും, എന്തായാലും അത് കേൾക്കാൻ നമുക്ക് സൗണ്ട് ഞാൻ കുറച്ചിട്ടേക്കും കേട്ടോ. നമുക്ക് ഇതാണ് നമ്മുടെ സ്പീക്കറും കാര്യങ്ങളൊക്കെ. ഓക്കെ എന്തായാലും നമുക്ക് ലൈറ്റ് ഓൺ ആക്കിയിട്ട് ചില. ഓക്കെ ഇത് നമ്മുടെ പ്രൊജക്ടർ റൂമാണ് കേട്ടോ. പക്ഷേ പ്രൊജക്ടർ റൂമാണെന്ന് പറഞ്ഞാലും ഇത് അതുമായിട്ടൊരു സാമ്യമില്ല. കാരണം പ്രൊജക്ടർ റൂമിന് വരെ ഞാൻ അവിടെ ഫുൾ കണക്ഷൻസാണ് കൊടുത്തേക്കുന്നത്. ഇത് തിയേറ്ററിൽ നിന്ന് വരുന്ന കണക്ഷൻസ്, സ്ക്രീൻ വണ്ണിൽ നിന്ന് വരുന്ന കണക്ഷൻ. ഇതെന്ന് പറയുമ്പം ഇത് നമ്മുടെ പുറത്തത്തെ ആ കണക്ഷനാണ് കേട്ടോ. അകത്തുനിന്ന് വരുന്ന കണക്ഷൻ ഇതുവഴിയല്ല കേട്ടോ. അത് ആണ്ട ഓക്കെ ഇതിനകത്ത് ഏതിലോ ഒരെണ്ണമാണ് കേട്ടോ തിയേറ്ററിലെയും പിന്നെ പുറത്തുനിന്ന് വരുന്നേയും. ഓക്കെ എനിക്ക് തോന്നി ഇതാന്ന്, ഏതാണെന്നൊരു പിടിയില്ല, മൊത്തം കൺഫ്യൂഷനായിട്ട് കിടക്കുക. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഓക്കെ ഇത് പ്രൊജക്ടർ റൂമിൻ്റെ ഒരു ഇതാണ് കേട്ടോ ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതുവഴി കാണാൻ പറ്റും, സ്ക്രീൻ തന്നെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ലൈറ്റ് ഇട്ടിട്ട് വരാം. ഓക്കെ ഓക്കെ സ്ക്രീൻ വണ്ണിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് എന്തായാലും. ഓക്കെ ഇനി നമുക്ക് ചെന്ന് നോക്കാം. ഓക്കെ ആദ്യം തന്നെ നമ്മൾ സാധാ സീറ്റിലോട്ട് പോയേക്കാം. നമുക്ക് മാറും. ഓക്കെ സോഫയൊക്കെ ഉണ്ട് കേട്ടോ. സോഫയിലൊക്കെ 2 പേർക്ക് ഇരിക്കാൻ പറ്റുമെങ്കിലും ഒരാൾക്ക് ഇരിക്കുന്ന ഒരു സീറ്റിംഗ് കപ്പാസിറ്റി കൊടുത്തേനെ. ഓക്കെ ഇതാണ് അപ്പം നമ്മുടെ സ്ക്രീനും കാര്യങ്ങളും ഒക്കെ. ഇതാദ്യമേ ഞാൻ ബ്ലാക്ക് ആണെങ്കിലും ബ്ലാക്കാണ് കൊടുത്തതെങ്കിലും ഇപ്പം ഇതാണ് കാണിച്ചിരുന്നത്, വൈറ്റാണ് കൊടുത്തത്. പിന്നാണ്ട് ഇതാണ് നമ്മുടെ സാധാ സീറ്റ് ഏരിയ എന്നൊക്കെ പറയുമ്പം ഇത് നമ്മുടെ സാധാ സ്പീക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നിറച്ച് കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് കാണിച്ചു തരാം, നല്ല രസമൊക്കെയാണ്. ഇതിനകത്ത് ബോർഡ് ഓക്കെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, സീറ്റിന് നമ്പർ. ഓക്കെ അങ്ങോട്ട് കിടപ്പുണ്ട് കേട്ടോ, സോഫയൊക്കെ അങ്ങോട്ട് കിടപ്പുണ്ട്. എന്തായാലും ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ഈ വീഡിയോ ഇപ്പം തന്നെ 10 മിനിറ്റ് അങ്ങോട്ട് ആയെന്ന് തോന്നുന്നു, 10 മിനിറ്റ് പുറത്തായെന്ന് തോന്നുന്നു. ഓക്കെ അടുത്തായിട്ട് നമ്മുടെ സോഫയും കാര്യങ്ങളൊക്കെയാണ്. സോഫയെ കണ്ടുള്ള പ്രത്യേകം വഴിയാട്ടോ ഇതിനൊക്കെ, അതൊരു ശല്യം വരെ ഇരിക്കാനായിരിക്കും ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതൊക്കെ സോഫയാണ്. സോഫ 3 ഇതായിട്ടാണ്, 3 സെക്ഷനായിട്ടാണ്, എ ബി സി. മറ്റേത് എ ബി സി ആട്ടോ. മണ്ടയിലോട്ട് വരുമ്പം കുറേയും കണ്ട് എ ബി മാത്രമേ ഉള്ളൂ റിക്ലൈനർ. നമുക്ക് അത്യാവശ്യം നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ സൈഡിൽ നിന്ന്. ഓക്കെ അടുത്തതായിട്ട് നമ്മുടെ റിക്ലൈനറാണ് കേട്ടോ. റിക്ലൈനർ ഞാൻ ആദ്യമേ സാധാ സീറ്റാണ് ഫുള്ള് പണിഞ്ഞെങ്കിലും പിന്നെ ആലോചിച്ച് ഇങ്ങനെ ചെയ്യാന്ന്. ഓക്കെ ഇതൊക്കെ നല്ല പാട് കേട്ടോ. ഇതിൻ്റെ അടിയിലോട്ട് പോയാൽ ഒന്നും ചെയ്തില്ല, കാരണം എനിക്ക് വയ്യ സത്യം പറഞ്ഞാൽ അത്ര കുത്തിയിരുന്ന് പണിയാൻ. അപ്പോൾ ഇത് നമ്മുടെ റിക്ലൈനറാണ്. ഓക്കെ നമുക്ക് കിടക്കാൻ പറ്റും. ഓക്കെ കിടക്കാൻ പറ്റും. ഓക്കെ സ്ക്രീൻ കാണുന്നുണ്ടായിരിക്കും, ഇപ്പോൾ ഒരു വ്യൂ കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ ഞാൻ ഈ കറക്റ്റ് ഓക്കെ ഞാൻ കാണിച്ചിരിക്കും, ഈ ഒരു വ്യൂവിലായിരിക്കും നമ്മൾ സ്ക്രീൻ കാണുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു വ്യൂവിലായിരിക്കും നമ്മളിരുന്ന് കാണുന്നത്, പക്ഷേ ഒരു ചെറിയൊരു ഇതുണ്ട് ഇത് കാണുന്നത്, അത് വിഷയമില്ല. ഓക്കെ ഇവിടെയൊക്കെ ഞാൻ നല്ല വേലി വെച്ച് തന്നെ കെട്ടിയിട്ടുണ്ട്. റിക്ലൈനർ കറക്റ്റ് പൊസിഷനാണ്, ഇതാണ് കറക്റ്റ് നടുക്ക് റിക്ലൈനറുണ്ട്. ഇതാണ് കേട്ടോ സെൻറ്റർ. ഇതാണ് സെൻറ്ററെങ്കിലും ഇതായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ സ്പീക്കറൊക്കെ മണ്ടേ വെച്ചിട്ടുണ്ട്. ഓക്കെ എന്തായാലും ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ തിയേറ്ററിൻ്റെ ഈ ലൈറ്റ് സെറ്റിങ് കാര്യങ്ങളൊക്കെ. ഓക്കെ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് RB, അതായത് R എന്ന് പറയുമ്പോൾ റിക്ലൈനർ, B എന്ന് പറയുമ്പോൾ B സെക്ഷൻ, അങ്ങനെയാണ്. അത് 1 തൊട്ട് 9 വരെ. ഇവിടെ RA 1 to 8 വരെയാണ് കേട്ടോ. ഓക്കെ എന്തായാലും അത് കഴിഞ്ഞിട്ടുണ്ട്. തിയേറ്ററിൻ്റെ ഒരു ഇതും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് അപ്പം നമ്മുടെ തിയേറ്ററും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ലൈറ്റ് കണക്ഷൻ കണ്ടോ, ഇതാണ് ലൈറ്റ് കണക്ഷൻ. എന്തൊരു പാട് പെട്ടെന്നറിയാൻ പറ്റും, എല്ലാം കൂടെ മിക്സഡ് ആയി പോകുന്നു. ഞാൻ മാക്സിമം എങ്ങനെയൊക്കെ മാറ്റി തിരിച്ചൊക്കെ വെച്ചത്. ഇവിടെയൊക്കെ ഞാൻ ഊട്ട കൊടുത്തിട്ടുണ്ട്, അത് എന്തിനാണെന്ന് എനിക്ക് പറഞ്ഞുകൂടാ. അടുത്തായിട്ട് നമ്മുടെ സ്ക്രീനിലാണ്, എൻ്റെ അമ്മി പുറത്ത് വരെ വെട്ടം അടിക്കും. ഓക്കെ ഇവിടുത്തെ ഒരു ലൈറ്റ് കത്തുന്നില്ല. ഓക്കെ എന്താ പറഞ്ഞു. ഓക്കെ അവിടെ കണക്ഷൻ കൊടുത്തിട്ടില്ല കേട്ടോ. ഓക്കെ അവിടെ എന്തോ പ്രശ്നമുണ്ടാകും, നമുക്ക് വീട്ടിൽ ഒക്കെ മാറ്റിയേക്കാം അത്. ഓക്കെ നല്ലത്. ഇവിടെ നിന്നാണ് എല്ലാ കണക്ഷനും കയറി അകത്തോട്ടൊന്ന് പുറത്തോട്ട് പോകുന്നത്.
ഓക്കെ, ഇത് കാണുമ്പോൾ ഒരു ചിമ്മിനിയുടെ കൂട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ഇത്രയാണ്. നോക്കി ഇതിൻ്റെ സൈഡൊക്കെ ആണ്, സൈഡിൽ നിന്നും പോയിട്ടുണ്ട് കാണും. പക്ഷേ അത് ഈ സൈഡിൽ ഇച്ചിരി പാടാണ്, അത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല പറഞ്ഞു തന്നാലും. ഓക്കെ, എനിക്കിനി ഡാമൊക്കെ കണ്ടില്ല, അവിടെ ആയിട്ട് പണിയണമെന്നുണ്ട്. ഇച്ചിരിയൊക്കെ പാടായി ഡാമൊക്കെ. ഓക്കെ, ഇത് സ്ക്രീനിൻ്റെ ആ സ്ഥലമാണ്. ഒന്നും വലിയ രസമായിട്ടൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഈ സൈഡ് മാത്രമേ ഇച്ചിരി ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി എനിക്ക് അപ്പുറത്ത് കണ്ട് ഈ സ്ഥലത്ത് ഞാൻ വെറുതെ ഇട്ടേക്കും. കാരണം എനിക്കിവിടെ ഒരു സ്ക്രീൻ പണിയാണ്, ഒരു റെഡ് സ്ക്രീൻ ആയിട്ടാണ്. ഞാൻ അതേ സെയിം സ്ക്രീൻ തന്നെയാണ്, പക്ഷേ ഇച്ചിരി ടൈം എടുക്കും. എന്തായാലും അതിൻ്റെ വീഡിയോ എന്തായാലും ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. പിന്നെ എനിക്ക് വീട് പണിയണം, പിന്നെ കുറേ പ്ലാൻ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും ഈ 2 പ്ലാനാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാം, മാക്സിമം നോക്കണം പറയാൻ. ഓക്കെ, എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം എന്തായാലും. ഓക്കെ, എല്ലാം കാണിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് എന്തായാലും. ഓക്കെ, ഏതായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഓക്കെ, ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് ചെയ്യുമ്പം 500 ലൈക്സാണ്. എല്ലാവരും അടിച്ചു പിടിക്കുക. സബ്സ്ക്രൈബ് എന്ന് പറയുമ്പം ഇനി നമുക്ക് റോഡ് ടു ഒരു 900 സബ്സ്ക്രൈബേഴ്സും കൂടെ മതി കേട്ടോ. നമുക്ക് 2K അടിക്കാൻ. 2K അടിക്കാൻ വെറും 900 സബ്സ്ക്രൈബേഴ്സ് മതിയായിരിക്കും, അത്രയാണെന്ന് തോന്നുന്നു. അത് മതിയായിരിക്കും. എന്തായാലും എല്ലാവരും മാക്സിമം അടിച്ചു പൊട്ടിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം അടുത്ത് പഠിക്കണം. അതുവരെയും ബൈ.